ഹായ് നമസ്കാരം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാം ഇഷ്ട പലഹാരമായ അരിക്കടിക്കയാണ്. അതിന് ഞാൻ കല്ലുമ്മക്കായ നല്ല വൃത്തിയാക്കി പൊളിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അരി, തേങ്ങ, ജീരകം, പെരിഞ്ജീരകം, ചെറിയ ഉള്ളി ഇവ ചേർത്ത് നല്ലവണ്ണം കുഴച്ച് വെച്ചിട്ടുണ്ട്. അധികം മിനുസമില്ലാത്ത അരിയാണ്. ഒരു പുട്ടിൻ്റെ അരിയിലെ പാകത്തിലുള്ള അരിയാണ്. അത് ഞാൻ നല്ലപോലെ ചൂടുവെള്ളത്തിൽ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതിനി നമുക്ക് ഈ കല്ലുമ്മക്കായിലേക്ക് നിറച്ചെടുക്കാം. സ്വാദിഷ്ടമായ ഒരു പലഹാരമാണ് ഇത്. മലബാറുകാരുടെ അരിക്കടുക്ക. കുറച്ച് മെനക്കേടുണ്ട് ഇതിന്, എങ്കിലും തിന്ന് നല്ല അസല് രുചിയാണിത്. അങ്ങനെ ഞാൻ ഏകദേശം കല്ലുമ്മക്കായെല്ലാം നിറച്ച് കഴിഞ്ഞ് ഇനി നമുക്കിത് ആവിക്ക് വെക്കുക വേണ്ടുന്നത്. ഞാനിനി ഒരു ഇഡ്ലിച്ചെമ്പിൻ്റെ തട്ട് അടുപ്പത്ത് വെക്കുന്നുണ്ട്. ഇതിലോട്ടിത് ആവി കയറ്റാൻ വെക്കട്ടെ. നമ്മുടെ അരിക്കെടുക്ക ഏകദേശം ആവിയിലും വന്ന് ഞാനിത് എല്ലാം തോടിൽ നിന്നും പുറത്തെടുത്ത് ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. ഞാൻ അടുപ്പത്ത് വെച്ച് പാനിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്, ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് ചില ആൾക്കാർ ഒരു ചെറിയ കോട്ടിങ് കൊടുത്ത് എണ്ണയിൽ മുക്കി പൊരിക്കും. പക്ഷെ നമ്മളിവിടെ അങ്ങനെ എണ്ണയിൽ മുക്കി പൊരിക്കാറില്ല. ഇത് നല്ലപോലെ തിരിച്ച് മറിച്ച് ഇട്ട് എടുക്കാവുന്നതാണ്. നല്ല സ്വാദുള്ള ഒരു പലഹാരമാണിത് അരിക്കെടുക്കുക. പക്ഷെ കുറച്ച് സമയത്ത് മെനക്കേടുണ്ടെന്ന് ഉള്ളൂ. എങ്കിൽ നല്ല സൂപ്പർ പലഹാരമാണ്. ആരും ഇഷ്ടപ്പെടുന്ന ഒരു ചായക്കടിയാണ്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ അരിക്കടുക്ക തയ്യാറായിട്ടുണ്ട്. ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ്. ചെയ്തു നോക്കുക. എല്ലാവരും അഭിപ്രായം പറയുക. ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. ഞാനിത് പൊരിക്കാനായിട്ട് വേറെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. വെറും മഞ്ഞൾ, മുളക്, ഉപ്പ് ഇത് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ചില ആൾക്കാർ ഇത് ഡീപ് ഫ്രൈ ചെയ്യും, ഒരു അരിപ്പൊടിയുടെ കോട്ടിങ്ങൊക്കെ കൊടുത്തിട്ട്. ഞാനിതൊന്നുമില്ല, വെറും നമ്മളിവിടെ ഇങ്ങനെയാണ് ചെയ്യാറ്.